ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരീസ്. ഇന്ന് എനിക്ക് നിങ്ങളുടെ രണ്ട് വിഷമമുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. രണ്ട് ഇൻസിഡൻസ് ഇന്ന് ഞാൻ അറിഞ്ഞു. ഒരെണ്ണം ഇന്നാണ് അറിഞ്ഞത്, ഒരെണ്ണം സംഭവിച്ചിട്ട് 2 ദിവസമായി. മറ്റൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ എൻ്റെ ഒരു ഷോർട്സ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ വൈഫും കൂടി കന്യാകുമാരിയിലോട്ടൊരു ബൈക്ക് റൈഡ് നടത്തിയിട്ട് അവിടുത്തെ വീഡിയോസ് ഇന്നലെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ കന്യാകുമാരി പോയി. അവിടെ ഫുൾ ഡേ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു, എൻജോയ് ചെയ്തു, വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എടുത്ത ഗോപ്രോയിലെ വീഡിയോസ് പകുതി മുക്കാലും 4Kയിലാണ്. ഈ 4K വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഡിവൈസ് കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ നിലവിലില്ല. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് പെട്ടിരിക്കുന്നു. 72 വീഡിയോസ് കിടപ്പുണ്ട് ടോട്ടൽ. അപ്പോൾ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതെല്ലാം കൂടെ കളഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ഏകദേശം മാക്സിമം ഒരു അരമണിക്കൂറിനകത്ത് വെച്ചിട്ട് ഇടാനാണല്ലോ അങ്ങനെയാണല്ലോ യൂട്യൂബേഴ്സ് ആരെങ്കിലും ചെയ്യുന്നത്, ട്രാവലിംഗ് ബ്ലോഗ് ആകുമ്പോൾ. പക്ഷേ ഓട്ടോയ്ക്കകത്തിരിക്കട്ടോ. പക്ഷേ ഞാനെടുത്ത 72 വീഡിയോസിൽ 42 എണ്ണം 4Kയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ നൈസായിട്ട് പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ, വല്ലാത്തൊരു ഇതായിപ്പോയി. കാരണം ഇത്രയും ലോങ് പോയി വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് അടുത്തൊരു വാർത്ത ഞാൻ അറിഞ്ഞത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബജാജ് 2 പുതിയ ബൈക്കുകൾ ഇറക്കാൻ പോകുന്നുണ്ട്. NS 400, RS 400, 400 cc. നമ്മുടെ ഡോമിനാർ 400ൻ്റെ എഞ്ചിനായിരിക്കുമല്ലോ, അല്ല വേറെ സെപ്പറേറ്റ് ഇപ്പം എഞ്ചിനായിരിക്കുമെന്നാണ് ഇതുവരെ പലരും നിന്നും കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ 2 400 cc ബൈക്കുകൾ ഇറങ്ങുന്നത് കൊണ്ട്, അതായത് ഒരു ഫെയറിങ്ങും ഒരു നേക്കഡ് ബൈക്കും ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ബജാജ് ഒരു പക്ഷേ നമ്മുടെ ഡോമിനാർ 400 ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് ന്യൂസ് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ആയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. പക്ഷേ ഇപ്പം പുതിയൊരു ബൈക്ക് എടുക്കാനായിട്ട് ആ ഒരു ബൈക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ടാകുമായിരുന്നു. പക്ഷേ എന്തോ ഞാൻ പോയി ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് അങ്ങ് എടുത്തു. പുതിയത് ബൈക്ക് എടുക്കാൻ പറ്റിയൊരു പാങ്ങ് നിലവിലില്ലാത്തതുകൊണ്ട് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് അങ്ങ് എടുത്തു. എന്നാലും വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ട് നടന്നൊരു ബൈക്ക് ഡിസ്കണ്ടിന്യൂ ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൈക്കിന് നിലവിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഹേറ്റേഴ്സ് ഒരുപാട് നെഗറ്റീവൊക്കെ പടച്ച് വിടുന്നതേ ഉള്ളൂ. ബൈക്ക് എനിക്ക് അത്യാവശ്യം ലോങ് ടൂറിങ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ആരും നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയത്തൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് 400 cc അതൊരു ചെറിയ ബഡ്ജറ്റിൽ ഏതോ ഒരു സാധാരണക്കാരന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലോ മെയിൻ്റെനൻസ് ഉള്ള, എന്നാൽ ഹെവി പവറുള്ള, അടിപൊളി ലുക്കുള്ള, പലരും വെയിറ്റിനെ കുറ്റം പറയുന്നുണ്ട്. ഞാനും വണ്ടി എടുത്ത സമയത്ത് വെയിറ്റിനെ ഒരുപാട് ഞാൻ മനസ്സിൽ പഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ വെയിറ്റ് വേണം. ആ വെയിറ്റ് ഉണ്ടെങ്കിൽ ആ വണ്ടി ഹൈവേയിൽ അത്യാവശ്യം സ്പീഡിൽ ഓടിക്കുമ്പോൾ ഉള്ളൊരു കംഫർട്ട് ഉണ്ടല്ലോ, ആ വെയിറ്റിൽ നമുക്ക് മനസ്സിലാവില്ല. നിങ്ങളെ നോക്കിയറിയാം, ഏതൊരു അത്യാവശ്യം ബിഗ് ബൈക്ക് സെഗ്മെൻറ്റിലുള്ള എല്ലാ ബൈക്കിനും വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഇല്ലാത്ത ഏത് വണ്ടിയാണ് ഉള്ളത്? അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ബൈക്ക്. പവർ കൂടുന്നതനുസരിച്ച് നമുക്ക് വെയിറ്റും വേണം. പിന്നെ ഒടിവിൻ്റെ എനിക്ക് ആകെ കൂടി തോന്നിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, ഡോമിനാറിൻ്റെ ഒരു ഹാൻഡിലിൻ്റെ ഒരു ഒടിവ് കുറവാണ്. മറ്റുള്ള ബൈക്സിനെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് ഒടിവ് കുറവുണ്ട്. എനിക്കന്ന് ഈ ഹൈറ്റ് കുറവായതുകൊണ്ടും വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ടും ഈ ഒടിവ് അത്രയ്ക്കില്ലാത്തത് എനിക്ക് പല സിറ്റുവേഷനിലും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇച്ചിരി നീട്ടി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ട് പറയാൻ തോന്നുന്നില്ല. ഓരോ ബൈക്കിനും ഓരോ ക്യാരക്ടറും ഒക്കെ ഉണ്ടല്ലോ, ഓരോ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. ഡോമിനാർ ഇച്ചിരി ഒരു തലതൊട്ട പെണ്ണുങ്ങളില്ലാത്ത ഫാമിലിയാണ് ബജാജ് എന്ന് പറയുന്നത്. 500 ഫാമിലി. അപ്പം മുന്നേ നമ്മുടെ സ്റ്റൈൽ ബ്രോയുടെ ഒരു വീഡിയോയിൽ അന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ. സ്കൂട്ടർ പോലും ഇല്ല അവർക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഒട്ടും ഒരു സ്കൂട്ടർ പോലും അവർക്കില്ല. അതുകൊണ്ട് തന്നെ മൊത്തം ഫുൾ ബൈക്സാണ്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളില്ലാത്ത ഫാമിലി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുപാട് രാജ്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ബൈക്കാണ്. കാരണം ഈ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ലേഡി നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഒറ്റയ്ക്ക് ബൈക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 53,000 കിലോമീറ്റേഴ്സ്. എത്ര ദിവസം കൊണ്ടാണെന്ന് ഞാൻ മറന്നു. അതേപോലെ എത്ര ആൾക്കാർ കൺട്രി ടു കൺട്രി ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡോമിനാർ 400 യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിലവിലും യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഡോമിനാറിൻ്റെ ഫാനായത്. പിന്നെ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ, വണ്ടിയുടെ ഒരു ബൈക്കിൻ്റെ റിവ്യൂ അറിയണമെങ്കിൽ നമ്മുടെ സ്റ്റൈൽ ബ്രോയുടെ വീഡിയോ കണ്ടാൽ മതി. സ്റ്റൈൽ ഇൻ മലയാളം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. പുള്ളിയുടെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും എന്ത് പർപ്പസിനും ആയിക്കോട്ടെ, എന്ത് പർപ്പസാണോ നമുക്കൊരു ബൈക്ക് കൊണ്ട് നമുക്ക് എന്ത് പർപ്പസാണെന്ന് വെച്ചാൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ്റെ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അത്
അതുകൊണ്ട് തന്നെ സ്ട്രെല്ലിൻ്റെയും പിന്നെ ട്രാക്ഷൻ 4 എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. ട്രാക്ഷൻ 4ൻ്റെ കൂടുതലും ട്രാവലിംഗ് വ്ളോഗ്സാണ് എനിക്കിഷ്ടം. പുള്ളിയുടെ ഒരു ട്രാവലിംഗ് വ്ളോഗ് കണ്ടാണ് ഞാൻ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തന്നെ തുടങ്ങണം എന്ന് എനിക്ക് തന്നെ തോന്നിയത്. സ്ട്രെൽ ബ്രോയുടെ ബൈക്ക് റിവ്യൂസും ട്രാക്ഷൻ 4ൻ്റെ ട്രാവലിംഗ് വ്ളോഗും ഇത് രണ്ടുമാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളത്. വേറെ ഒരു യൂട്യൂബേഴ്സ് എന്നെ ഇത്ര കൂടുതൽ സ്വാധീനിച്ചിട്ടില്ല. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് കണ്ട് ഡോമിനാർ 400 എന്താണ്, അതെങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി വന്ന് വർഷങ്ങളോളം കാത്തിരുന്ന് ഒരവസരം കിട്ടിയപ്പോൾ ഒരു വണ്ടി എടുത്തപ്പോൾ ആണ്ട് ഡിസ്കണ്ടിന്യൂ ആവാൻ പോകും. ഡിസ്കണ്ടിന്യൂ ആയിട്ടില്ല, ആവും എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് 2 വിഷമമുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഇത്ര കഷ്ടപ്പെട്ട് അവിടെ പോയിരുന്ന് എടുത്ത വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്ലോഡ് ചെയ്യാനുള്ള നിർവാഹമില്ല. ഞാൻ നോക്കട്ടെ, എങ്ങനെയെങ്കിലും കംപ്രസ് ചെയ്ത് അതിൻ്റെ ഒരു ഫയൽ സൈസ് കുറച്ചിട്ടാണെങ്കിലും ക്ലാരിറ്റി കുറഞ്ഞാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെയും. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വന്ന 2 കാര്യങ്ങളെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കന്യാകുമാരി വീഡിയോ ഇടാൻ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തൽക്കാലം വെയിറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയാനുള്ള. എന്തെങ്കിലും ഒരു പാങ്ങുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറപ്പില്ല എന്നത്തേക്ക് പറ്റും എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. പിന്നെ ഞാൻ ഇന്നലായിട്ടൊരു വീഡിയോ, ഇന്ന് രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ, അത് ഞാൻ 1080 പിക്സലിൽ എടുത്തതാണ്, 4Kയിലല്ല. ഞാൻ ആ കന്യാകുമാരിയിലെ വീഡിയോസെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ആ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ എടുത്ത വീഡിയോസൊക്കെ 4K ആണെന്ന് മനസ്സിലാവുന്നത്. പിന്നെ അന്നേരം തന്നെ ഞാനതിൻ്റെ ഒരു സെറ്റിങ്സ് മാറ്റി. അതിന് ശേഷം തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്തുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് പോസ്റ്റ് ചെയ്തത്. വീഡിയോയുടെ തംബ്നെയിൽ ഇതാണ്. സ്ട്രെൽ ബ്രോയുടെ ഓപ്പൺ റോഡും കുറേ മണ്ടന്മാരും എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ.